ഹായ് ഡിയേഴ്സ്, ഇന്ന് എൻ്റെ ഷോപ്പൊന്ന് കണ്ടാലോ? ഷോപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് കളക്ഷൻസ് കാണാം. ഇത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ത്രെഡ് വാങ്ങി വെച്ചതായിരുന്നു. അത് കുറച്ച് ബോക്സിലിട്ട് വെച്ചതാണ്. പിന്നെ കുറച്ച് ത്രെഡൊക്കെ ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് വാങ്ങാറുണ്ട്. അതുപോലെ ഇത് മറ്റൊരു ബോക്സാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിയ ബോക്സായിരുന്നു. ഇത് ചേച്ചീൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആശാരി പണിക്കാരൻ ഉണ്ടാക്കി കൊടുത്തതായിരുന്നേ. അതുപോലെ ഇത് ബോബിൻ കേസ് ഞങ്ങൾ ഓരോരോ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ബോബിനും ഉണ്ട്, കേസും ഉണ്ട് അതിൽ. അതുപോലെ ഇത് ചോക്ക് ഞങ്ങൾ ചേച്ചി വലിയ ചോക്ക് എടുക്കും, ഞാൻ എപ്പോഴും പൊടി കഷ്ണം എടുക്കും. ഞാൻ പൊടി തീർന്നിട്ട് വലുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. അതുപോലെ നൈറ്റീൻ്റെ നെക്കിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ലേസായിരുന്നു. ഷോപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ വാങ്ങി വെച്ചതായിരുന്നു. റോളായിട്ട് വാങ്ങിയതാണ്. അതുപോലെ പാൻറ്റിൻ്റെ കയറാണ് ഇതുപോലെ റോളായിട്ട് വലിയ റോളായിരുന്നു. അത് പിന്നെ ചെറുതായി, പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോയിട്ടില്ല. ഇപ്പം ആർക്കും കയറ് വേണ്ട, എലാസ്റ്റിക് മതിയല്ലോ. ഇത് എലാസ്റ്റിക്. ഇതിപ്പോൾ ഈ അടുത്ത് വാങ്ങിയതാണ്. ഇത്ര പെട്ടെന്ന് ഇത്രയായി പോയിന്ന് അറിയില്ലായിരുന്നു. അതുപോലെ അതുപോലെ ഈ ലേസ്, ഇങ്ങനത്തെ കുറേ ലേസ് ഉണ്ട്, വൈറ്റ് കളറ്. അത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് വരുന്ന വർക്കായതുകൊണ്ട് ഞങ്ങൾ ഒരു ബണ്ടിലായിട്ട് വാങ്ങി വെച്ചിരുന്നു. ഇത് ഷോ ബട്ടനാണേ. ഇത് എനിക്ക് മാത്രമുള്ള ഷോ ബട്ടനാണ്. ഞാൻ ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ മേലെ ഒരു ഷോ ബട്ടൺ വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ ലേസൊക്കെ ചിലതൊക്കെ ഞങ്ങൾ റോളായിട്ട് വാങ്ങി വെക്കുന്നത്, ഇതൊക്കെ ക്യാഷ് കൊടുത്തിട്ട് ഞങ്ങൾ റോളായിട്ട് ഒന്നിച്ച് വാങ്ങി വെക്കുന്നതാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെണ്ട് തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെക്കുന്നതാണ്. അതുപോലെ ഇത് ബ്ലൗസിന് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഞങ്ങൾ ഈ റോളായിട്ട് വാങ്ങി വെക്കുന്നത് മുഴുവൻ ടൗണിൽ നിന്ന് പോയി ഒന്നിച്ച് റോള് വാങ്ങി കൊണ്ടുവന്ന് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇതെൻ്റെ സ്ഥിരം ലേസാണ്. ഈ ലേസ് കൊണ്ട് ഞാൻ ഒരുപാട് ചുരിദാറും ഷോളും സാരീൻ്റെ ലേസായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ കയറുന്നതിനെക്കാട്ടും മുന്നേയും ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ വന്നേരെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതും നല്ല അടിപൊളി ലേസാണ്. ഒരുപാട് വലിയ ആർഭാടമൊന്നുമില്ലാണ്ട് ഒരു ലൈറ്റ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ലേസാണ്. സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലേസായത്. പിന്നെ കുറേ ലേസ് നമുക്ക് ഇതിലൊക്കെ ഉണ്ടല്ലോ, സാരിക്കൊക്കെ ഉള്ള ലേസുകൾ അവർക്ക് കസ്റ്റമേഴ്സിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയും നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്ന ലേസാണ്. അതുകൊണ്ടാട്ടോ ഇത് ചുറ്റുപുഴഞ്ഞ് കിടക്കുന്നത്. കാരണം ഇത് എത്ര റെഡിയാക്കി വെച്ചാലും പിന്നെയും അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഇത് കുറച്ച് കഷ്ണങ്ങളായിരുന്നു ഉള്ളത്. അതുകൊണ്ടാണ്. വീതിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ റോളായിട്ട് ചുറ്റി വയ്ക്കും. മറ്റേത് ചെറിയ കഷ്ണം ഉണ്ടാകുമ്പോൾ എപ്പോൾ അടുക്കി വെച്ചാലും അതങ്ങനെ തന്നെ കിടക്കും. അതുപോലെ ഈ ഒരു പിങ്ക് കളർ നല്ല അടിപൊളി ലേസാട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഈ വീനക്കിനൊക്കെ ഇത് നല്ല സ്റ്റൈലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. നല്ല രസമുണ്ടാവും. ഒരു സ്കാലപ്പ് പോലെയാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എന്നെപ്പോലെ സ്കാലപ്പ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് അറ്റത്ത് കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വീനക്ക് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ വെച്ച് കൊടുത്താൽ മതി. നല്ല സ്റ്റൈലുണ്ടാവും. ഇവിടെ ഈ പെട്ടിയിലുള്ള പകുതിയും ഇതുപോലെ ഓരോ കസ്റ്റമേഴ്സ് ഈ ലേസ് വേണ്ട, ഇത് നിങ്ങളെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ വേറെ ലേസ് വെച്ചോളി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവർ വേണ്ടാന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ഇതിൽ പെറുക്കിയിടുന്നതാണ് കേട്ടോ. ഇതൊക്കെ അത്രയേ കഷ്ണങ്ങളുള്ളൂ, കുറച്ച് കഷ്ണങ്ങളുള്ള ലേസാണ്. പിന്നെ ആർക്കെങ്കിലും ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ നെക്കിൻ്റെ മേലെയും കയ്യിൻ്റെ മേലെയൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല രസമാണല്ലോ. അധികം ഇവിടേക്ക് ഞങ്ങളെ നാട്ടിൽ കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് ലേസ് വാങ്ങാനൊന്നും പുറത്തേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ എല്ലാ ലേസും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സാണ് അധികം ആൾക്കാരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കയ്യിലുള്ള ലേസുകൾ ഞങ്ങൾ വെച്ച് കൊടുക്കുക ചെയ്യൽ. അവർ പറയുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് തന്നാൽ ഞങ്ങൾ വെച്ച് തരാമെന്ന് പറയും. ഇതിനായിട്ട് ചെറിയൊരു ലേസിനായിട്ട് പുറത്ത് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെയുള്ള ലേസ് വെച്ച് കൊടുക്കുന്നതാണ്. ഇനി അടുത്ത ലേസിൻ്റെ കളക്ഷൻ കാണാം. ഇത് സ്ഥിരം കിട്ടുന്ന വർക്കുകളാട്ടോ. ബ്ലൗസിൻ്റെ മേലെ ചെയ്ത് കൊടുക്കാൻ അധികം വരുന്ന വർക്കുകളാണ് ഇത്.
പിന്നെ ഇതിൽ ഈ ഒരു പശ ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. ഞാൻ B7000ൻ്റെ പശ തന്നെയാണ് ഉപയോഗിക്കാറ്. ഇത് ചേച്ചി ഷോപ്പ് തുറന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ പൊട്ടിച്ച് പോലും നോക്കിയിട്ടില്ല. ഈ ലേസ് ഞാൻ സ്ഥിരം ചെയ്തു കൊടുക്കുന്ന വർക്കാണ്. അധികം ബ്ലൗസിനൊക്കെ വരുന്നതാണ്. ഇപ്പോൾ കല്യാണ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ പുതുതായി ഒരു ഷോപ്പ് ഇടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പിലുള്ളത്. ഇതൊക്കെ പെട്ടെന്നൊരു വർക്ക് കിട്ടുമ്പോൾ വർക്ക് പോവാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങി വയ്ക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ആരൊക്കെയോ ബ്ലൗസിൻ്റെ മേലിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്നതാണ്. ഞങ്ങളതെടുത്ത് വെക്കുന്നതാണ്. നേരത്തെ കണ്ട ഷോ ബട്ടണിൽ മൂന്നോ നാലോ ഒരു പാക്കറ്റിൽ 3ഓ 4 ഉണ്ടാവുക. അപ്പം ഞങ്ങളത് 3 വെച്ച് കൊടുത്താൽ 1 ബാക്കി ഉണ്ടാകുമ്പോൾ അത് ഈ കുപ്പിയിലിട്ട് വെക്കും കേട്ടോ. അതുപോലെ ഇതും നല്ലൊരു ലേസാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വീനക്കിന് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. വേറെ വർക്കൊന്നും വേണ്ട, അത് മാത്രം വെച്ച് കൊടുക്കാം. ഇത് പിന്നെ എൻ്റെ സ്വന്തം മുത്താണ്. ഈ മുത്ത് ഉപയോഗിച്ച് എപ്പോഴും വർക്ക് ചെയ്യല പണി. ഇതൊക്കെ ബ്ലൗസിൻ്റെ മേലെ വെക്കുന്ന മുത്താണ്. ഇതതുപോലെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാണ്. ഷോ ബട്ടൺ പോലെ ഈ മുത്ത് തുന്നി ഷോ ബട്ടൺ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയത്. ഈ ഒരു മുത്ത് എത്ര കാലം കഴിഞ്ഞാലും കളറ് പോവാത്ത മുത്തില്ലേ, അതാട്ടോ സംഭവം. ഇതെപ്പോഴും ആവശ്യത്തിന് മാത്രം പാക്കറ്റിൽ നിന്ന് അയക്കലുള്ളൂ. ഈ ഒരു മുത്ത് കളറ് പോവാത്ത മുത്താട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ നെക്കിനും ചുരിദാറിൻ്റെ നെക്കിനൊക്കെ വെക്കാൻ പറ്റുന്നതാണേ. ഇത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നതാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ.